بسم الله الرحمن الرحيم حي على الفلاح حي على الفلاح الله أكبر الله أكبر لا السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفلا يتدبرون القرآن أم على قلوب أقفالها. സഹോദരന്മാരെ, സഹോദരികളെ, ഉച്ചഭാഷണയിലൂടെ ഈ ശബ്ദം കേൾക്കാൻ പടച്ചതമ്പുരാന്റെ അനുഗ്രഹം ലഭിച്ചിട്ടുള്ള ഇതര മത ആദർശ വിശ്വാസികളായിട്ടുള്ള സഹൃദയരെ, ഒരു വേദഗ്രന്ഥം മാനവരാശിക്ക് മാർഗദർശനമാണ്, മാർഗദീപമാണ് എന്ന് അവകാശപ്പെടുമ്പോൾ സ്വാഭാവികമായും അതിന് ഒരു നെഞ്ചുറപ്പ് ആവശ്യമുണ്ട്. അതും ഒരു മതത്തിന്റെ ഗ്രന്ഥത്തെ സംബന്ധിച്ചാകുമ്പോൾ തീർച്ചയായും ആ ഒരു ആത്മധൈര്യവും വേദഗ്രന്ഥത്തിനതിന് സാധിക്കുമെന്ന ഉറപ്പുമാണ് വിശുദ്ധ ഖുർആൻ മാനവരാശിക്ക് മാർഗദീപമാകുന്നു. അഥവാ മാനവ സമൂഹത്തിന് ഒന്നടങ്കം വഴി കാണിക്കാൻ കെൽപ്പുള്ള ഗ്രന്ഥമാകുന്നു ഖുർആൻ എന്ന് അവകാശപ്പെടുകയാണ് ഞങ്ങൾ. ഈ അവതരണം ആർക്കെതിരുമല്ല, ആർക്കെങ്കിലും പ്രത്യേകിച്ച് അനുകൂലവുമല്ല. സത്യത്തിന്റെ ഒരു പ്രഘോഷണം മാത്രമാണ് ഈ വിഷയാവതരണം. ലോക മുസ്ലിമീങ്ങൾ പരിശുദ്ധ റമളാനിലേക്ക് 2 ദിവസം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നാളെ കഴിഞ്ഞാൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അടുത്ത ദിവസങ്ങളിൽ പരിശുദ്ധ റമളാനിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹുവിനെ ആരാധിക്കുന്ന മുസ്ലിമീങ്ങൾ എന്തിനാണ് വ്രതമാചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, മനുഷ്യജീവിതത്തിന്റെ വിവിധ മേഖലകളിലേക്ക് സമ്യക്കായി മാർഗദർശനം നൽകിയ ഒരു ഗ്രന്ഥത്തിന്റെ അവതരണമുണ്ടായി. ആ ഗ്രന്ഥം അവതരിപ്പിച്ചത് ആരാണ്? വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് ആരാണ്? യോഹന്നാന്റെ, മാർക്കോസിന്റെ സുവിശേഷങ്ങൾ എന്ന് പറയുന്ന പോലെ, മത്തായിയുടെ സുവിശേഷങ്ങൾ എന്ന് പറയുന്ന പോലെ ഒരു സുവിശേഷമാണോ വിശുദ്ധ ഖുർആൻ? വിശുദ്ധ ഖുർആൻ അതിലെ A to Z, അതിന്റെ ആദ്യാക്ഷരം മുതൽ അതിന്റെ അവസാന അക്ഷരം വരെ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച ഈ മഹാപ്രപഞ്ചത്തിന്റെ തമ്പുരാൻ അവതരിപ്പിച്ചു എന്ന ഉറപ്പിലാണ് ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്,
ഈ ഗ്രന്ഥം ഗൗരവമായി പഠിക്കാൻ തുനിഞ്ഞ ആർക്കും ആ ഗ്രന്ഥത്തിന്റെ ദൈവികത നിഷേധിക്കാൻ സാധിക്കില്ല. വിശുദ്ധ ഖുർആനിന്റെ ദൈവികത നിഷേധിക്കാൻ വിശുദ്ധ ഖുർആനിനെ യഥോചിതം പഠിച്ച ഒരാൾക്കും സാധ്യമല്ല എന്ന് ഞാൻ ഇത്തരുണത്തിൽ പറയുകയാണ്. ലോകത്ത് വിശുദ്ധ ഖുർആനിന്റെ വിമർശകർ എന്ന് പറയുന്ന ആളുകൾ ഒരിക്കലും വിശുദ്ധ ഖുർആനിൽ നിന്ന് പഠിച്ചിട്ടല്ല, മറിച്ച് പണ്ടുകാലത്ത് വിശുദ്ധ ഖുർആനിനെ വിമർശിച്ചവരുടെ വിമർശന ഗ്രന്ഥം വായിച്ച് അത് ചർവണം നടത്തി അത് പറയുക എന്നതല്ലാതെ വിശുദ്ധ ഖുർആൻ വായിച്ചുകൊണ്ടല്ല, വിശുദ്ധ ഖുർആനിന്റെ ഭാഷ പഠിച്ചുകൊണ്ടല്ല. ലോകത്ത് ഖുർആനിൻ അറബിയ, അറബി ഭാഷയിലാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു ജീവൽ ഭാഷയായി ഇന്നും ലോകത്ത് നിലനിൽക്കുന്ന ഭാഷകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഭാഷകളിലൊന്നാണ് അറബ് ഭാഷ എന്ന് പറയുന്നത്. മരിച്ചു മണ്ണോട് മണ്ണ് ചേർന്നിട്ടുള്ള ഒരു ഭാഷയല്ല അറബി ഭാഷ എന്ന് പറയുന്നത്. ജീവൽ ഗന്ധിയായ ഒരു ഭാഷ, അനവധി രാജ്യങ്ങളുടെ സംസാര ഭാഷയായി നിലനിൽക്കുന്ന അറബി, ആശയ സമ്പുഷ്ടമായ ഒരു ഗ്രന്ഥത്തിന്റെ അവതരണമുണ്ടായ ഭാഷയിൽ, അറബി ഭാഷയിൽ ഒരു ഗ്രന്ഥമിറങ്ങുകയാണ്. ഭാഷയാവട്ടെ പടച്ചതമ്പുരാൻ പ്രപഞ്ചത്തിന്റെ നാഥൻ അനുഗ്രഹമായി നൽകിയതാണ്. അരാമിക് ഭാഷയാകാം, ഈബ്രു ഭാഷയാകാം, സുറിയാനി ഭാഷയാകാം, സംസ്കൃതമാകാം. ലോകത്ത് ഇന്ന് ജീവൽ ഭാഷ എന്ന് വിളിക്കപ്പെടുന്ന ഏതേത് ഭാഷകളും ഏത് കാലഘട്ടത്തിലെ ഭാഷകളും ദൈവദത്തമാണ്. പ്രപഞ്ചത്തിന്റെ നാഥൻ മനുഷ്യർക്ക് ആശയവിനിമയം നടത്താൻ അവതരിപ്പിച്ചിട്ടുള്ളതാണ് ഭാഷകൾ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിന്റെ ഭാഷ ആർക്കും അന്യമല്ല. വിശുദ്ധ ഖുർആനിന്റെ ഭാഷ മുസ്ലിങ്ങൾ മാത്രം പഠിക്കേണ്ടതാകുന്നു എന്ന അഭിപ്രായവും മുസ്ലിങ്ങൾക്കില്ല. ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ച് നിങ്ങൾ നോക്കൂ, ഈ ഗാന്ധി പാർക്ക് ഇവിടെ പുല്ല് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. മനോഹരമായ മരങ്ങളുണ്ട് ഇതിന്റെ ചുറ്റുഭാഗങ്ങളിൽ. നല്ല നല്ല പുഷ്പങ്ങൾ പുഷ്പിക്കുന്ന അനവധി സംവിധാനങ്ങൾ, ചെടികൾ നമ്മളിവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം വളർത്തുകയും നിലനിർത്തുകയും ചെയ്യുന്ന പ്രപഞ്ചത്തിന്റെ നാഥൻ. നിങ്ങൾ ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത, മറ്റു മതങ്ങളിൽ നിന്നും ദർശനങ്ങളിൽ നിന്നും അതിനെ വ്യതിരിക്തമാക്കുന്ന ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ട്. ആധുനിക ലോകത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങളിൽ നിന്നല്ല നിങ്ങൾ മതം പഠിക്കേണ്ടത്. കാലവും ലോകവും മാറിയപ്പോ മുസ്ലിം സമുദായത്തിന്റെ ജീവിതം മറ്റു പലരുടെ ജീവിതവുമായി താരതമ്യം ചെയ്തപ്പോ, മറ്റു പലതിനെയും അവർ അനുകരിച്ചപ്പോ, തനതായ അവരുടെ സ്വഭാവവും പാരമ്പര്യവും സംസ്കാരവും ലോകത്തിന്റെ നിറകയിൽ എഴുന്നേറ്റ് നിന്ന് കൽപ്പുള്ള ഒരു ദർശനത്തെ അവതരിപ്പിക്കാനുള്ള കഴിവും അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവും നമുക്കിവിടെ ഇല്ല. എന്താണ് വേദഗ്രന്ഥം? എന്തിനാണ് വേദഗ്രന്ഥം? വേദഗ്രന്ഥം എന്താണ്? വേദഗ്രന്ഥം എന്തിനാണ് അവതരിപ്പിക്കപ്പെടുന്നത്? പ്രസക്തമായ രണ്ട് ചോദ്യങ്ങളാണ്. ദൈവം തമ്പുരാൻ വേദം അവതരിപ്പിക്കുന്നത് മാനവരാശിക്ക് കൃത്യമായ മാർഗദർശനം ചെയ്യാനാണ്. മനുഷ്യ സമൂഹത്തിന് വ്യക്തമായ മാർഗദർശനം അവതരിപ്പിക്കാനാണ് വിശുദ്ധ ഖുർആൻ. ലോകത്ത് അവതരിപ്പിക്കപ്പെട്ട ഏതേത് വേദഗ്രന്ഥങ്ങളും ഉണ്ടായിട്ടുള്ളത് ഈ ഒരു അടിസ്ഥാനത്തിലാണ്. വിശുദ്ധ ഖുർആനിന് അവകാശപ്പെടാൻ സാധിക്കും, നിങ്ങൾ ലോകത്തൊരുപാട് വേദഗ്രന്ഥങ്ങളുണ്ട്, വളരെ ആത്മാർത്ഥമായി മാനവ വിമോചനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയട്ടെ, ഋഗ്വേദവും സാമവേദവും അഥർവവേദവും യജുർവേദവും ഈ നാടിന്റെ സമ്പത്തായി നമ്മൾ കരുതുന്നു. സുപ്രധാനമായ 108 ഉപനിഷത്തുകൾ ഈ രാജ്യത്തുണ്ട്. ഏറെ ശ്രദ്ധേയമായ ദശോപനിഷത്തുകൾ ഈ രാജ്യത്ത് ഉണ്ട്. ആരണ്യകങ്ങളും ശ്രുതികളും എല്ലാം ഉൾക്കൊള്ളുന്ന വേദ സംശയങ്ങൾ, ഉപനിഷത്ത് സംശയങ്ങൾ എല്ലാം നിങ്ങൾ വായിച്ചു നോക്കൂ, പഠിച്ചു നോക്കൂ. ഓൾഡ് ടെസ്റ്റമെന്റ്, ന്യൂ ടെസ്റ്റമെന്റ് ഇവിടെയുണ്ട്. പഴയ നിയമവും പുതിയ നിയമവും ഇവിടെയുണ്ട്. സന്നവസ്തും തൽമൂദും ഇവിടെയുണ്ട്. ഈ വേദഗ്രന്ഥങ്ങളെല്ലാം നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. റമദാനിൽ രാത്രി നമസ്കാരം എന്ന് പറഞ്ഞൊരു നമസ്കാരമുണ്ട് മുസ്ലിങ്ങൾക്ക്. ആ നമസ്കാരത്തിന് നേതൃത്വം നൽകുന്ന ലീഡർ, ഇമാം,
ദീർഘമായി വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ മനഃപ്പാഠമാക്കി അത് ലോകത്ത് ഓതിക്കൊടുത്തുകൊണ്ടാണ്, പാരായണം ചെയ്തുകൊണ്ടാണ് നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നത്. വേറെ ഒരു മതത്തിനും അത്ര ദൈർഘ്യമേറിയ ഒരു ഗ്രന്ഥത്തിന്റെ വാചകങ്ങൾ ഉദ്ധരിച്ച് ഒരു ആരാധനയില്ല. ഇസ്ലാമിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണത്. മാത്രമല്ല, ലോകത്ത് ഒരു വേദഗ്രന്ഥം മനഃപ്പാഠമുള്ള സമൂഹം അത് മുസ്ലിങ്ങൾ മാത്രമാണ്. ഞാനത് വെറുതെ പറയുകയല്ല. ചതുർവേദം മനഃപ്പാഠമുള്ള ഒരൊറ്റ ഹിന്ദു പണ്ഡിതനും ഇന്നലകളിലുണ്ടായിട്ടില്ല, ഇന്നില്ല, നാളെ ഉണ്ടാകുകയുമില്ല. വെല്ലുവിളിയായി നിങ്ങൾ ഏറ്റെടുത്തോളൂ. ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ ഒന്നാമത്തെ പേജ് മുതൽ ഒരക്ഷരം തെറ്റാതെ അതിന്റെ അവസാന പേജ് വരെ എവിടെ ചോദിച്ചാലും ഉദ്ധരിക്കാൻ കഴിവുള്ള ഒരൊറ്റ പണ്ഡിതനും ഹിന്ദു ലോകത്ത്, ഇന്ത്യയിൽ അരിച്ചു പെറുക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഇന്നലകളിലില്ല, ഇന്നുമില്ല, നാളെയുമില്ല, ഇനി അടുത്ത ചരിത്രത്തിൽ വരാനുമില്ല. ഉറപ്പിച്ചു പറയുന്നു. വേദഗ്രന്ഥങ്ങൾ മനഃപ്പാഠമാക്കാൻ, അതും വിശുദ്ധ ഖുർആൻ ഇല്ലാത്ത വേദഗ്രന്ഥം മനഃപ്പാഠമാക്കാൻ ദൈവം ആർക്കും പ്രത്യേകിച്ച് കഴിവ് കൊടുത്തിട്ടില്ല. കാരണം മനുഷ്യന്റെ കൈകടത്തലുകൾക്ക് വിധേയമായ ഗ്രന്ഥം മനഃപ്പാഠമാക്കി സമൂഹത്തിന് പകർന്നു കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. നേരെ മറിച്ച് ഖുർആൻ മുസ്ലിങ്ങളിലെ നല്ലൊരു ശതമാനം ആളുകൾ മനഃപ്പാഠമാക്കുന്നു. അതിന്റെ വിവിധ അധ്യായങ്ങൾ ഖുർആൻ കംപ്ലീറ്റ് നശിപ്പിച്ചാലും ലോകത്ത് ഇന്ത്യയിലെ ഏത് മതഗ്രന്ഥവും നിങ്ങളൊരു വലിയ അഗ്നികുണ്ഡത്തിൽ കൊണ്ടുവന്ന് ചുട്ടുകരിച്ചു എന്ന് വിചാരിക്കുക. എല്ലാ വേദങ്ങളും കൊണ്ടുവന്ന് കരിച്ചു. ഹൈന്ദവ ക്രൈസ്തവ വേദങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾ കരിച്ചാൽ പിന്നീട് ലോകത്ത് ബൈബിളില്ല, പിന്നീട് ലോകത്ത് ഋഗ്വേദമില്ല, പിന്നീട് ലോകത്ത് ഋഗ്വേദത്തിന്റെ ഒരു കോപ്പി പുനഃപ്രതിഷ്ഠിക്കാൻ ഒരു ഹിന്ദു പണ്ഡിതനും സാധ്യമല്ല. വിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല. വിശുദ്ധ ഖുർആനിന്റെ മുഴുവൻ കോപ്പികളും നിങ്ങളൊരു ഛത്രാധിപതിയുടെ കയ്യിലേൽപ്പിച്ച് ഒരു വലിയ അഗ്നികുണ്ഡാരമുണ്ടാക്കി വിശുദ്ധ ഖുർആനിന്റെ മുഴുവൻ കോപ്പികളും അതിലിട്ട് ചുട്ടുകരിച്ച് ചാമ്പലാക്കിയാലും ഏതാനും മണിക്കൂറുകളെ കൊണ്ട് ലക്ഷോപലക്ഷം ഖുർആനിന്റെ കോപ്പികൾ വീണ്ടും ലോകത്ത് കൊണ്ടുവരാൻ മുസ്ലിങ്ങൾക്ക് സാധിക്കും. അതാണ് വിശുദ്ധ ഖുർആനിന് ഇതര വേദങ്ങളിൽ നിന്നുള്ള ഏറ്റവും പ്രധാനമായ പ്രത്യേകതകളിലൊന്ന്. ഖുർആൻ മനഃപ്പാഠമാക്കാൻ സാധിക്കുന്നു. കാരണം ലോകം അവസാനിക്കുന്നത് വരെ അത് നിലനിൽക്കേണ്ടതുണ്ട്. ദൈവീകമായ ഗ്രന്ഥമാണ് ഖുർആൻ എന്നതിന്റെ തെളിവ് കൂടിയാണത്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. നിങ്ങൾ മനസ്സിലാക്കണം, ഖുർആനിന്റെ 15-ാം അധ്യായം 9-ാമത്തെ വചനമാണ്. ഈ ഗ്രന്ഥത്തെ നാം ആകുന്നു അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ സംരക്ഷിക്കും. വളരെ വ്യക്തമാണ്. ലോകം അവസാനിക്കുന്നത് വരെ ഖുർആനിലൊരു അധ്യായം മാറ്റം വരില്ല. ഖുർആനിലെ ഒരു അധ്യായത്തിന്റെ വചനം മാറ്റം വരില്ല. അത് നശിപ്പിക്കാൻ കഴിയില്ല. ലോകത്താരൊക്കെ ശ്രമിച്ചാലും ഇന്ന് വരെ നടന്നിട്ടില്ല. കാരണം ലോകം അവസാനിക്കുന്നത് വരെ ഇനിയൊരു ദൈവീക ഗ്രന്ഥം അവതരിക്കാനില്ല. മാനവരാശി ജീവിതത്തിലെ എല്ലാ രംഗത്തും എന്തൊരു മാർഗദർശനമാണ് സ്വീകരിക്കേണ്ടത് അത് പഠിപ്പിക്കാൻ ഇനിയൊരു ഗ്രന്ഥം വരാനില്ല. അത്ര പെർഫെക്റ്റായ ഒരു ഗ്രന്ഥം. ഇത് വെറുമൊരു വാദമല്ല. നിങ്ങൾക്ക് പരിശോധിക്കാം. ഏത് പ്രതിസന്ധികൾക്കും പരിഹാരം നിർദ്ദേശിക്കാൻ ലോകത്ത് കഴിവുള്ള ഒരു ഗ്രന്ഥം. ഞാൻ നിങ്ങൾക്ക് അത്ഭുതകരമായ ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സന്താനങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ മാനവരാശിയെ പഠിപ്പിച്ചു. എത്ര സന്താനങ്ങൾ ഉണ്ടാവണം, ഒരു സ്ത്രീക്ക് എത്ര പ്രസവിക്കണം, ഇസ്ലാം ഒരു നിയന്ത്രണം വെച്ചില്ല. അതിന് പല കാര്യങ്ങളും അതിൽ പറഞ്ഞു. ഭാര്യക്ക് അപകടം അല്ലെങ്കിൽ ഗർഭം ധരിക്കുന്ന സ്ത്രീ മരിച്ചു പോകും ഗർഭം ധരിച്ചാൽ എന്നൊരവസ്ഥ വരിക. അപ്പൊ വേണ്ട, ജനിച്ച കുട്ടിക്ക് മറ്റൊരു കുഞ്ഞ് ജനിച്ചാൽ അപകടകരമായ ഒരു അവസ്ഥയുണ്ടാകും. വേണ്ട, ആണായാലും പെണ്ണായാലും കുട്ടി രണ്ട് മതി എന്ന് ലോകത്ത് അറുപിന്തിരിപ്പൻ തത്വശാസ്ത്രങ്ങൾ മുഴുവൻ ലോകത്ത് പറഞ്ഞു. അതിലൊന്നാമതായി മുന്നിൽ നിന്നത് റഷ്യയാണ്. കമ്മ്യൂണിസ്റ്റ് രാജ്യം, ഭൗതികവാദികളുടെ രാജ്യം, നിരീശ്വരവാദികളുടെ രാജ്യം, മതഗ്രന്ഥങ്ങളെ പുച്ഛിച്ച രാജ്യം. ആ രാജ്യത്ത് മോസ്കോയിൽ, നിങ്ങൾക്കറിയാം റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോ, ആ മോസ്കോയിലാണ് ഈ കഴിഞ്ഞ ജൂൺ 29-30 തീയതികളിൽ ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഉച്ചകോടി നടന്നത്. എന്താണ് ആ ഉച്ചകോടിയുടെ പ്രത്യേകത? ആലോചിച്ചിട്ടുണ്ടോ? റഷ്യ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ പ്രസവിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തി, അവരെ ശിക്ഷിച്ചു.
അതിനെ പരിഹസിച്ചു, അതിനെ പുച്ഛിച്ചു. ലോകത്ത് പല അപകടങ്ങളും അതുകൊണ്ടുണ്ടാകും എന്ന് റഷ്യ പറഞ്ഞു. അതേ റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിൽ ഉച്ചകോടിയുടെ ഈ കഴിഞ്ഞ ജൂൺ 29-30 തീയതികളിൽ ഉച്ചകോടിയുടെ മേറ്റർ എന്താണ്? ഉച്ചകോടിയിൽ കൂടിയ നായകന്മാർ വിളിച്ചു പറഞ്ഞത് എന്താണ്? ഒന്നിൽ കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് അംഗീകാരം, അവർക്ക് മെഡൽ, അവർക്ക് അവാർഡ്, അവർക്ക് പ്രോത്സാഹനം. ആലോചിക്കണം. അതായത് ദൈവം പഠിപ്പിച്ച ദർശനത്തെ മാറ്റി നിർത്തി തലച്ചോറിന് പരിമിതിയുള്ള, പഞ്ചേന്ദ്രിയങ്ങൾക്ക് പരിമിതിയുള്ള, അഹങ്കാരികളായ, ദുരഭിമാനികളായ, ദൈവനിഷേധികളായ, ഭൗതികവാദികളായ, മരണാനന്തര ജീവിതമില്ലെന്ന് പറഞ്ഞ ആളുകൾ കൊണ്ടുവന്ന തത്വശാസ്ത്രം ചുരുങ്ങിയ കാലം കൊണ്ട് അവർക്ക് തന്നെ തിരുത്തി പറയേണ്ട ദയനീയത മുസ്ലിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. കാരണം ലോകത്ത് എക്കാലഘട്ടത്തിലും ആവശ്യമുള്ള മാറ്റമില്ലാത്ത, ലോകം എത്ര പുരോഗമിച്ചാലും, ലോകം എത്ര നിലനിന്നാലും, ലോകത്തെന്തൊക്കെ പരിവർത്തനങ്ങൾ നടന്നാലും പിടിച്ചു നിൽക്കാൻ കൃത്യമായ ഒരു മാർഗം ചെയ്യുന്ന ഗ്രന്ഥം ഞങ്ങളുടെ കയ്യിലുണ്ട്. അതാണ് വിശുദ്ധ ഖുർആൻ, മാനവരാശിയുടെ ഗ്രന്ഥം. ആ ഗ്രന്ഥം പറഞ്ഞു, എന്ത്? കുട്ടികൾ വരുന്നതിന് നിങ്ങൾ ഭയപ്പെടണ്ട. നിങ്ങൾ ജീവിച്ചല്ലോ, നിങ്ങൾ ഇന്ന് ഭാര്യയായി, ഭർത്താവായി, അച്ഛനമ്മയായി നിങ്ങൾ ജീവിച്ചല്ലോ. 14 മക്കളിൽ ഒരു മെമ്പറാ നീ, മാധവ. എന്നിട്ട് നീ നിന്റെ കുഞ്ഞിന് ആണായാലും പെണ്ണായാലും കുട്ടി 2 മതി എന്ന് നീ പറയുകയാണ്, അല്ലേ? ആണായാലും കോഹാബിറ്റേഷൻ, അല്ലെങ്കിൽ കുട്ടിയില്ലാത്തൊരു ജീവിതം, ഭാര്യയാകാം, കൂടെ താമസിക്കാം, കുട്ടികളുണ്ടാവുകയില്ല എന്ന നിയമം. ദാരിദ്ര്യ ഭയം ഇസ്ലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം 151-ാമത്തെ വചനം, വിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം 30 മുതൽ 33 വരെയുള്ള വചനം. ഈ വചനങ്ങളിലെല്ലാം ദാരിദ്ര്യ ഭയം കൊണ്ട് കുട്ടികളെ കൊല്ലരുത്, പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടരുത്. വൈദൽ മഊദത്തു സുയിലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. ഖുർആനിലെ 91-ാം അധ്യായം 8-9 വചനങ്ങളാണ്. മോളെ, ജീവനോടെ നീ എന്തിന് കുഴിച്ചു മൂടപ്പെട്ടു? നിങ്ങൾക്കറിയാം, MTP എന്ന ഓമന പേരിൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി പഞ്ചാബിന്റെ ക്ലിനിക്കുകളിൽ ഒരു കാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ട സംഭവം. ഭ്രൂണം എന്താണ്, ഗർഭപാത്രത്തിൽ വളരുന്ന കുട്ടിക്ക് വല്ല കംപ്ലൈന്റും ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കാൻ, പഠിക്കാൻ, അല്ലേ? അങ്ങനെ തുടങ്ങി പിന്നീട് പെണ്ണാണെങ്കിൽ ആ പെണ്ണിനെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുന്ന സമ്പ്രദായം. അത് ഇന്ന് നിങ്ങൾക്കറിയാം, മാൽത്തുഷന്തിയുടെ പോപ്പുലേഷൻ, ജനാധിക്യം വർദ്ധിക്കുന്നതോടെ ലോകത്ത് നടന്നിട്ടുള്ള ജാഗ്രതകൾ, ശാസ്ത്രായുധ പരിഷത്തിന്റെ ചിന്തകൾ ഒക്കെ എന്തായി? ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു. ഇന്ന് തന്റോടമുള്ള ആണുങ്ങളില്ല, കൺട്രോൾ ചെയ്ത് കുഞ്ഞുങ്ങളില്ല, മനുഷ്യനില്ല, ഹ്യൂമൻ റിസോഴ്സ് ഇല്ല, അത് നശിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഉച്ചകോടി കൂടിയിരിക്കുന്ന മോസ്കോയിൽ അധികം പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് പ്രോത്സാഹനം, അഥവാ ഇസ്ലാമിനെ ലോകം അംഗീകരിക്കുന്നു. വിവാഹം കഴിക്കരുത്, അതാണ് പുണ്യമെന്ന് ക്രിസ്തുമതത്തിലെ ഒരു വിഭാഗം. അതുകൊണ്ടാണ് കന്യകകൾ ഉണ്ടായത്. അതെ, ഹൈന്ദവ ദർശന പ്രകാരം ഒരു വിഭാഗം ആളുകൾ വിവാഹം കഴിക്കാതെ മോക്ഷസങ്കല്പം കണ്ടു. വിവേകാനന്ദൻ അതിൽപ്പെട്ട ആളാണ്. വിവാഹം കഴിക്കാതിരിക്കലാണ് മോക്ഷത്തിനുള്ള മാർഗമെന്ന് പറഞ്ഞു. സ്വാമി വിവേകാനന്ദന്റെ അച്ഛനും അമ്മയും വിവാഹം കഴിച്ചിരുന്നുവെങ്കിൽ ഇത് പറയാൻ വിവേകാനന്ദൻ ഉണ്ടാകുമായിരുന്നില്ല. അവിടെയല്ല ഇസ്ലാം അവതരിപ്പിച്ച ഏതൊരു സിദ്ധാന്തവും ലോകത്ത് ചൂണ്ടിക്കാണിച്ച് അബദ്ധമാണ്, തെറ്റാണ്, ഈ ലോകത്തിന് ആവശ്യമില്ലാത്തതാണ് എന്ന് ഇന്നുവരെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ലെന്നത് ഒരു വിടുവായുത്തമല്ല. പരിശോധിക്കാനാ പറയുന്നത്, പഠിക്കാനാ പറയുന്നത്. അന്ധമായി ഇസ്ലാമിനെ എതിർക്കുന്നവരോട്, ഖുർആനിനെ എതിർക്കുന്നവരോട് സ്നേഹത്തോടു കൂടിയാണ് പറയുന്നത്, നിങ്ങൾ പഠിക്കാൻ സന്നദ്ധരാവണം, വേദഗ്രന്ഥം പഠിക്കാൻ സന്നദ്ധരാകണം. ഇതര വേദങ്ങൾ എന്താണ്, ഖുർആൻ എന്താണ്, വേദകമ്പോളങ്ങളിൽ ഇതര വേദങ്ങളുമായുള്ള ഖുർആനിന്റെ വ്യതിരിക്തത എന്താണ്? ഖുർആൻ ഓരോ കാര്യത്തിലും മാനവരാശിക്ക് മാർഗദർശനം ചെയ്യുന്നു. വിശുദ്ധ ഖുർആൻ ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാത്തും മിനൽ ഹുദാ വൽ ഫുർഖാൻ. മാനവരാശിക്ക് ആഗമനമുള്ള മാർഗദർശന ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ എങ്ങനെയാ പറയുന്നു? ഖുർആൻ മുസ്ലിങ്ങളുടെ ഗ്രന്ഥമെന്നല്ല, അറേബ്യക്കാരുടെ ഗ്രന്ഥമെന്നല്ല, ഏതെങ്കിലും ഒരു ജനപദത്തിന്റെ ഗ്രന്ഥമെന്നല്ല, ലോകർക്കാകമാനമുള്ള ഗ്രന്ഥം, ലോക സമൂഹത്തിനാകമാനമുള്ള ഗ്രന്ഥം, അങ്ങനെ അവകാശപ്പെട്ട ഒരു ഗ്രന്ഥം. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 185 പറയുന്നു എന്ത്? മാനവ സമൂഹത്തിന് മുഴുവനും മാർഗദർശനമാണ് ഖുർആൻ. ഇതാണ്
ലോകത്തിന് മുഴുവനും മാർഗദർശനം. ഏത് കാര്യത്തിലും ജീവിതം നിങ്ങൾ ചോദിക്കുക, എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം? പരിശോധിച്ചു നോക്ക്. ഖുർആൻ പറയുന്ന പോലെ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം വിശദീകരിച്ച ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. നിങ്ങൾ പരിശോധിച്ചോളൂ. ലോകത്തിന് വിരചിതമായ ലഭിക്കുന്ന മനുഷ്യന്റെ കൈകടത്തലുകൾക്ക് വിധേയമായ ഇതര ഗ്രന്ഥങ്ങളെല്ലാം നിങ്ങൾ പരിശോധിച്ചോളൂ. വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ മുമ്പിൽ ജീവിതത്തെ കുറിച്ച് പറഞ്ഞ പോലെ, മനുഷ്യനെ കുറിച്ച് പറഞ്ഞ പോലെ, സമ്പത്തിനെ കുറിച്ച് പറഞ്ഞ പോലെ, ദാമ്പത്യത്തെ കുറിച്ച് പറഞ്ഞ പോലെ, രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞ പോലെ, പ്രപഞ്ചത്തെ കുറിച്ച് പറഞ്ഞ പോലെ, ശാസ്ത്രീയ സത്യങ്ങൾ പറഞ്ഞ പോലെ, ഈ പ്രപഞ്ചത്തിന്റെ സിട്ടാവിനെ കുറിച്ച് ഖുർആൻ വിശദീകരിച്ച പോലെ ഒരു ഗ്രന്ഥവും മാനവ സമൂഹത്തിന്റെ മുമ്പിൽ ഒന്നും വിശദീകരിച്ചിട്ടില്ല. ഇത് അവകാശവാദമല്ല, അടിച്ചേൽപ്പിക്കലല്ല, ആക്രോശമല്ല, മറിച്ച് വളരെ വിനീതമായി തന്നെ ഇത് പഠിക്കാൻ സന്നദ്ധരാകണമെന്നാണ് പറയുന്നത്. എന്താണ് ഖുർആൻ? ഖുർആനിന്റെ ഉള്ളടക്കം എന്താണ്? ഖുർആൻ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഖുർആൻ ഇതര ഭാഷകളിൽ പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ലോകത്തറിയപ്പെട്ട എല്ലാ ഭാഷകളിലും വിശുദ്ധ ഖുർആൻ പരിഭാഷ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഖുർആൻ എന്ന പദത്തിന്റെ അർത്ഥം ആവർത്തിച്ചു വായിക്കപ്പെടുന്നത് എന്നാണ്. ആവർത്തിച്ചു വായിക്കപ്പെടുന്നത്. വിശുദ്ധ ഖുർആനിന്റെ തുടക്കം ലോകത്തെല്ലാ വേദങ്ങളും നിങ്ങൾ പരിശോധിച്ചോ. ഋഗ്വേദവും സാമവേദവും അഥർവവേദവും ഏതേത് വേദവും, സന്നവസും തൽമൂദും ഓൾഡ് ടെസ്റ്റ്മെന്റും ന്യൂ ടെസ്റ്റ്മെന്റും ഒക്കെ പരിശോധിച്ചോ. ഒടുവിലത്തെ ഗ്രന്ഥം വിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകത, പൂർവ്വവേദങ്ങളെ നിരാകരിച്ചുകൊണ്ടല്ല ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. പൂർവ്വവേദങ്ങളെ തള്ളിക്കൊണ്ടല്ല ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. മറിച്ച് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് ലോകത്തുള്ള മുഴുവൻ വേദങ്ങളെയും അംഗീകരിച്ചുകൊണ്ടാണ്. ആ വേദങ്ങളുടെ ഒറിജിനൽ അവസ്ഥയിൽ, ദൈവം അവതരിപ്പിച്ച അവസ്ഥയിൽ അതിൽ മാർഗദർശനമുണ്ട്, വെളിച്ചമുണ്ട് എന്ന് ലോകത്തെ പഠിപ്പിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. ഇന്നാ അൻസൽന തൗറാത്ത ഫീഹാ ഹുദൻ വനൂർ. വിശുദ്ധ ഖുർആൻ തൗറാത്തിനെ പറ്റി പറയാൻ. തൗറാത്ത് ജൂതന്മാരുടെ കൈകളിലെ പഴയ നിയമം എന്ന് പറയുന്ന തൗറാത്തിനെ കുറിച്ച് പറയാൻ. തൗറാത്ത് അവതരിപ്പിക്കപ്പെട്ടു. ലോകത്ത് തൗറാത്തിൽ മാർഗദർശനമുണ്ട്, വെളിച്ചമുണ്ടെന്നാണ് പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം 44-ാമത്തെ വചനം. അതിൽ മാർഗദർശനമുണ്ട്, ഉണ്ടായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് അതിൽ മനുഷ്യന്റെ കൈകടത്തലുകൾ ഉണ്ടായി. ഫവൈലുലില്ലദീന യക്തുബൂനൽ കിതാബ ബിയൈദീഹിം ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون. 2-ാം അധ്യായം 79-ാമത്തെ വചനം. ആ വചനത്തിൽ ഖുർആൻ പറയുന്നുണ്ട്, വളരെ കൃത്യമായി മനസ്സിലാക്കണം. മനുഷ്യന്റെ കൈകടത്തലുകൾക്ക് വിധേയമാവുകയും സ്വന്തം കൈകൊണ്ട് ഗ്രന്ഥം എഴുതുകയും ആ ഗ്രന്ഥം ദൈവത്തിങ്കൽ നിന്നാകുന്നു എന്ന് പറയുകയും ചെയ്തു. ബൈബിളിനെ പറ്റി ബൈബിൾ പഠിച്ചിട്ടുള്ള മഹാപണ്ഡിതന്മാർ, ക്രൈസ്തവ പണ്ഡിതന്മാർ അതിൽ മനുഷ്യവചനങ്ങളുണ്ട്, ദൈവവചനങ്ങളുമുണ്ട് എന്നാ പറയുന്നത്. സ്വാമി വിവേകാനന്ദൻ ഹൈന്ദവ വേദഗ്രന്ഥത്തെ കുറിച്ച് പറയുന്നത് അതിൽ മനുഷ്യവചനവുമുണ്ട്, ദൈവത്തിന്റെ വചനവുമുണ്ട് എന്നാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ മനുഷ്യന്റെ വചനങ്ങളില്ല. ദൈവം അവതരിപ്പിച്ച വചനങ്ങൾ തെറ്റുകൾ കൂടാതെ ഒരവ്യക്തതയുമില്ലാതെ അധർമ്മങ്ങളുടെ തരിമ്പ് കടന്നു വരാത്ത ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഓരോ പോയിന്റ് പറഞ്ഞു പോവുകയാണ് ഞാൻ വേഗത്തിൽ. വിശുദ്ധ ഖുർആൻ ലോകത്തിന് മുഴുവനും യാ അയ്യുഹന്നാസു ഖദ് ജാഅതുകും മൗഇലത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫി സുദൂർ. മനുഷ്യരെ, നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തിങ്കൽ നിന്ന് ഒരു ഗ്രന്ഥം, സതുപദേശം നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. നാം ഖുർആനിന്റെ ഉപദേശങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കൂ. വായിക്കുന്തോറും നന്നാകും, അറിയുന്തോറും നന്നാകും, പഠിക്കുന്തോറും നന്നാകും. അത് പഠിക്കേണ്ട വിധം, പഠിക്കേണ്ട സ്രോതസ്സുകളിൽ നിന്ന് പഠിച്ചാൽ മനുഷ്യൻ നന്നായി കൊണ്ടേയിരിക്കും. കാരണം ഖുർആനിലുടനീളം സതുപദേശമാണ്, ലോകത്തിന് മുഴുവനുമുള്ള സതുപദേശമാണ്, മാർഗദർശനമാണ്. ആ ഗ്രന്ഥം മനുഷ്യന്റെ മുമ്പിലുണ്ട്. 10-ാം അധ്യായം 57-ാമത്തെ വചനം. വേദഗ്രന്ഥം അതാണ്. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ മോചനമല്ല, ദൈവത്തിങ്കൽ നിന്ന് പ്രവാചക താങ്കൾക്കിതാ ഒരു ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നു. ആ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത, അത് മാനവരാശിയെ മുഴുവനും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ഗ്രന്ഥം. മാനവരാശിയെ
ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ഗ്രന്ഥം അഥവാ ഖുർആനിന്റെ അവകാശവാദം മാനവ സമൂഹത്തെ ഇരുട്ടിൽ നിന്ന് അത് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. എല്ലാ മനുഷ്യരെയും നിങ്ങൾ ആ ഗ്രന്ഥത്തെ സമീപിച്ചു നോക്കൂ. എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവർ, ക്രൈസ്തവർ, നിരീശ്വരവാദികൾ, യുക്തിവാദികൾ ഇവരൊക്കെ ആ ഗ്രന്ഥവുമായി ഒന്ന് സമീപിച്ചു നോക്കട്ടെ, ആ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കട്ടെ. ആ ഗ്രന്ഥത്തിൽ മാനവവിരുദ്ധമായ, മനുഷ്യത്വത്തിനെതിരായ, മാനവികതക്കെതിരായ ഒരു വാചകവും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ദുർവ്യാഖ്യാനിക്കാതെ നേർക്ക് നേരെ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരൊറ്റ വചനവും ഇത് മാനവ വിരുദ്ധമാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഖുർആൻ സൃഷ്ടിച്ച വിപ്ലവം അത് നിങ്ങൾ പരിശോധിക്കണം. ഓരോ വേദ ഗ്രന്ഥ കാലഘട്ടവും ആ വേദം സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിയതും നിങ്ങൾ പരിശോധിച്ചാൽ ഖുർആനിനെ പോലെ സമൂലമായ പരിവർത്തനം സൃഷ്ടിച്ച ഒരു ഗ്രന്ഥവും മനുഷ്യകുലത്തിലില്ല. നിങ്ങൾ നോക്കൂ, ലോകത്ത് എത്ര രാജ്യങ്ങൾ ഭരിക്കപ്പെട്ടിട്ടുണ്ട്, എത്ര നാട്ടുരാജകന്മാർ ഭരിച്ചിട്ടുണ്ട്, എത്ര പ്രസിഡന്റുമാർ ലോകത്തെ ഭരിക്കുന്നുണ്ട്, എത്ര രാജ്യങ്ങൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്, മുമ്പ് ഭരിച്ചിട്ടുണ്ട്. പൂർണ്ണമായി മദ്യമുക്തമായ ഒരു രാജ്യം ലോകത്തേതെങ്കിലും ഒരു ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ? 1,00,000 ആളുകൾ ആ നാട്ടിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ 1,00,000 ആളുകൾ മദ്യപിക്കാത്തവർ, 1 കോടി ആളുകൾ അവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ 1 കോടി ആളുകൾ മദ്യപിക്കാത്തവർ, അവിടെ 1 കോടി ആളുകൾ ജീവിക്കുന്നുണ്ടെങ്കിൽ വ്യഭിചരിക്കാത്തവർ, അവിടെ 1 കോടി ആളുകൾ ജീവിക്കുന്നുണ്ടെങ്കിൽ പലിശക്ക് കൊടുക്കാത്തവർ, വാങ്ങാത്തവർ, അവിടെ 1 കോടി കച്ചവടക്കാരുണ്ടെങ്കിൽ കൃത്രിമത്വവും കളവും അളവിലും തൂക്കത്തിലും കൃത്രിമത്വം കാണിക്കാത്ത കച്ചവടക്കാർ. അങ്ങനെ വല്ല രാജ്യവും ലോകത്ത് മുഹമ്മദ് നബി വാർത്തെടുത്ത അറബ് ജനതയല്ലാതെ ലോകത്തേതെങ്കിലും ഒരു രാജ്യം ഏതെങ്കിലും ഒരു ഭരണാധികാരിയുടെ നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? കാർൽ മാർക്സ് പോലും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല. ചരിത്രം പരിശോധിക്കുന്ന ആർക്കും അറിയാം. കാർൽ മാർക്സിന് ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അന്നും സാധിച്ചിട്ടില്ല, ഇന്നും സാധിച്ചിട്ടില്ല. തകർന്ന് തരിപ്പണമായി പോവുക ചെയ്തത്. എന്നാൽ ഇസ്ലാം അതൊരു ഭരണകൂടമായി വന്നു. ഇസ്ലാം ഒരു മാനവിക മതമായി വന്നു. അതൊരു രാജ്യം ഭരിച്ചു. ഏറ്റവും ലോകത്ത് നീതി നിലനിന്ന ഒരു രാജ്യമായി അത് രൂപപ്പെട്ടു. ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. മദ്യഷാപ്പില്ല. കേരളത്തിന്റെ ഒക്കെ അവസ്ഥ എന്താ? എത്ര സർക്കാരുകൾ മാറി മാറി വന്നു, എത്ര സർക്കാരുകൾ മാറി മാറി വന്നു. മദ്യത്തിന്റെ ഒഴുക്കിന് വല്ല കുറവുണ്ടായോ? മദ്യത്തിന്റെ ഒഴുക്ക് വർദ്ധിപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് എങ്ങനെ ഭരിക്കാമെന്നതല്ലാതെ മദ്യപിച്ച് സമൂഹം ലക്കുള്ള കാണവും കെട്ട് ലോകത്തിന്റെ സ്വാസ്ഥ്യം കടിച്ചിട്ട് കേരളത്തിലെ മഹാഭൂരിപക്ഷം ആളുകൾ മദ്യം കുടിച്ച് നശിച്ചിട്ട് ആ ജനപദം തകർന്നിട്ട് കൃത്യമായ ഒരു നിയമം അവതരിപ്പിക്കാൻ ഇവിടുത്തെ ഭരണകൂടത്തിന് സാധിച്ചോ? ഇസ്ലാം അതല്ല. ഇസ്ലാം മദ്യത്തിനെതിരെ ശക്തമായ നിയമങ്ങൾ ഉണ്ടാക്കി. ആ നിയമങ്ങൾ മനുഷ്യന്റെ മനസ്സിൽ ബോധവൽക്കരണത്തിലൂടെ നിന്നെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട്, അവനെ ആരാധിക്കണം, അവനെ അറിയണം എന്ന് വളരെ കൃത്യമായി പഠിപ്പിച്ചുകൊണ്ടാണ് കടന്നു വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വിശുദ്ധ ഖുർആനിന്റെ അവതരണ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഒരു സമൂഹത്തോട് വേദഗ്രന്ഥം ആദ്യമായി പഠിപ്പിച്ചതാണ്. മദ്യപാനികളായ ഒരു ജനസമൂഹത്തിനിടയിലാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. മദ്യത്തിൽ മുങ്ങിക്കുളിച്ച ഒരു ജനപദത്തിന്റെ മുമ്പിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. എന്നാൽ ആ ഖുർആൻ പൂർണ്ണമാകുന്നതോടെ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു കഥയല്ല, ഇതൊരു കെട്ടുകഥയല്ല, ഇതൊരു കവിയുടെ ഭാവനയല്ല. ലോകത്ത് നടന്നിട്ടുള്ള ഏറ്റവും വലിയ ചരിത്രമാണ് പറയുന്നത്. ലോകത്തിന്റെ മുമ്പിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ചരിത്രം. ആ ചരിത്രം എന്താണ്? 23 കൊല്ലക്കാലത്തിനിടയിൽ മദ്യമുക്തമായ ഒരു രാജ്യം, ഒരു ഭരണകൂടം. എവിടെയും ചാരായ ഷാപ്പുകളില്ല, പട്ടച്ചാരായമില്ല, വിദേശ മദ്യങ്ങളില്ല, മദ്യപിക്കുന്നവരില്ല, മദ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരില്ല, അതിന്റെ പേരിൽ പരാതിയുള്ളവരില്ല, അത് കിട്ടിയില്ലെന്ന് പറയുന്നവരില്ല. അങ്ങനെ ലോകത്തേതെങ്കിലും ഒരു ഭരണാധികാരി ലോകത്തെ ഭരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അത് ഖുർആനിന് മാത്രം സൃഷ്ടിക്കാൻ കഴിഞ്ഞ വിപ്ലവമാണ്. അല്ലേ? നിങ്ങൾ ഇന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നു, അധിക പേരും മദ്യപാനികളാണ് അവിടെ. ഒരു നേർച്ച സ്ഥലത്ത്, മുസ്ലിങ്ങൾ നടത്തുന്ന നേർച്ച സ്ഥലം, മദ്യപാനികളാണ് അവിടെ. ഒരു ചർച്ചിൽ ഉത്സവം നടക്കുക, മദ്യപാനികളാണ് അവിടെ.  വിഷുവിന് മദ്യപാനം കൂടുതലാണ്, ഓണത്തിന് മദ്യപാനം കൂടുതലാണ്, 1 കൊല്ലത്തിൽ 2 പ്രാവശ്യം മദ്യപാനം കൂടുതലാണ്. 2 കൊല്ലത്തിൽ 3 പ്രാവശ്യം മദ്യപാനം കൂടുതലാണ്. 3 കൊല്ലത്തിൽ 4 പ്രാവശ്യം മദ്യപാനം കൂടുതലാണ്. 4 കൊല്ലത്തിൽ 5 പ്രാവശ്യം മദ്യപാനം കൂടുതലാണ്. 5 കൊല്ലത്തിൽ 6 പ്രാവശ്യം മദ്യപാനം കൂടുതലാണ്. 6 കൊല്ലത്തിൽ 7 പ്രാവശ്യം മദ്യപാനം കൂടുതലാണ്. 7 കൊല്ലത്തിൽ 8 പ്രാവശ്യം മദ്യപാനം കൂടുതലാണ്. 8 കൊല്ലത്തിൽ 9 പ്രാവശ്യം മദ്യപാനം കൂടുതലാണ്. 9 കൊല്ലത്തിൽ 10 പ്രാവശ്യം മദ്യപാനം കൂടുതലാണ്. 10 കൊല്ലത്തിൽ 11 പ്രാവശ്യം മദ്യപാനം കൂടുതലാണ്. 11 കൊല്ലത്തിൽ 12 പ്രാവശ്യം മദ്യപാനം കൂടുതലാണ്. 12 കൊല്ലത്തിൽ 13 പ്രാവശ്യം മദ്യപാനം കൂടുതലാണ്. 13 കൊല്ലത്തിൽ 14 പ്രാവശ്യം മദ്യപാനം കൂടുതലാണ്. 14 കൊല്ലത്തിൽ 15 പ്രാവശ്യം മദ്യപാനം കൂടുതലാണ്. 15 കൊല്ലത്തിൽ 16 പ്രാവശ്യം മദ്യപാനം കൂടുതലാണ്. 16 കൊല്ലത്തിൽ 17 പ്രാവശ്യം മദ്യപാനം കൂടുതലാണ്. 17 കൊല്ലത്തിൽ 18 പ്രാവശ്യം മദ്യപാനം കൂടുതലാണ്. 18 കൊല്ലത്തിൽ 19 പ്രാ
ക്രിസ്മസിന് മദ്യപാനം കൂടുതലാണ്. 2 മുസ്ലിം പെരുന്നാളിന് താരതമ്യേന കുറവെങ്കിലും അവിടെയും മദ്യം വിളമ്പപ്പെടുന്നു. എന്തുകൊണ്ടെങ്ങനെ? ആരാധന എന്തിനാണ്? മതാഘോഷങ്ങൾ എന്തിനാണ്? ഓണത്തിന് ഏറ്റവും കൂടുതൽ കുടിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം എന്താ? ഓണം എന്ന ആഘോഷം മനുഷ്യനെ നന്നാക്കുന്നതിനേക്കാൾ അത് നശിപ്പിക്കുന്നു എന്നാ പറയുന്നത്. ഏറ്റവും കൂടുതൽ കേരളത്തിൽ മദ്യം കുടിക്കുന്നത് ഓണത്തിനും വിഷുവിനും ക്രിസ്മസിനും. അതിന്റെ കണക്കുകൾ കോടികളാണ്. ഒരാരാധന എന്തിനാ? ദൈവത്തിലേക്ക് അടുപ്പിക്കാനാ. റമദാനിൽ പ്രവേശിക്കുകയാണ് മുസ്ലിങ്ങൾ, മദ്യപിക്കാൻ പാടില്ല. അവർക്ക് പെരുന്നാൾ വരും. എത്ര ശാന്തമാണ് ആ പെരുന്നാള്. കൊട്ടില്ല, കുറവയില്ല, വാദ്യോപകരണങ്ങളില്ല, റോഡ് ബ്ലോക്ക് ചെയ്യുന്നില്ല, ആർക്കും ശല്യമില്ല. പ്രഭാതത്തിൽ ദൈവത്തിന്റെ മുമ്പിൽ കൈകെട്ടി നമസ്കരിച്ച് അവർ പിരിഞ്ഞു പോവുകയാണ് 45 മിനിറ്റ് കൊണ്ട്. ആർക്കും ശല്യമല്ല. അതാണ് മതം. അങ്ങനെയുള്ള ഒരു മതം പഠിക്കണം. ലോകത്ത് സാമ്പത്തിക പ്രതിസന്ധി നടന്നല്ലോ, ആഗോള പ്രതിസന്ധി നടന്നല്ലോ. ആഗോള പ്രതിസന്ധിക്ക് പരിഹാരം ഇസ്ലാം മാത്രമാണ് എന്ന് ലോകം തിരിച്ചറിഞ്ഞില്ലേ? നമ്മുടെ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് പോലും പറഞ്ഞില്ലേ, ഇസ്ലാമിന്റെ വ്യവസ്ഥയാണ് വരേണ്ടത്, പലിശരഹിതയായ വ്യവസ്ഥയാണ് വരേണ്ടത്. ആഗോള സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോ സൗദി അറേബ്യ ഒഴികെ പലിശയിൽ കേന്ദ്രീകൃതമായ എല്ലാ രാജ്യങ്ങളും, അത് മുസ്ലിങ്ങൾ ഭരിച്ച അറബ് രാജ്യം വരെ തകർന്നു തരിപ്പണയില്ലേ? UAE അതിൽപ്പെട്ടില്ലേ? ഖത്തർ അതിൽപ്പെട്ടില്ലേ? ബഹ്റൈൻ അതിൽപ്പെട്ടില്ലേ? സൗദി അറേബ്യ ഒഴികെ. എന്തുകൊണ്ട്? ദൈവം പറഞ്ഞ നിയമങ്ങൾ പരമാവധി, പൂർണ്ണമാണെന്ന് ഞാൻ പറയുന്നില്ല, പരമാവധി നടപ്പാക്കുന്ന ഒരു രാജ്യം. അതുകൊണ്ട് കുറ്റകൃത്യങ്ങൾ കുറവാണ്, കളവ് കുറവാണ്, എല്ലാ തിന്മകളോടെ കുറവാണ്. ഇവിടെ ഒരു ദിവസം നടക്കുന്ന അവിടെ ഒരു വർഷത്ത് പോലും നടക്കുന്നില്ല. കേരളത്തിലെ ഒരു കൊച്ചു ജില്ലയിൽ ഒരു ദിവസം നടക്കുന്ന പാപകൃത്യം ആ സൗദി അറേബ്യ എന്ന വലിയ രാജ്യത്ത് ഒരു വർഷം മൊത്തത്തിൽ നടക്കണില്ല. അത് പരിശോധിക്കണം എല്ലാവരും. നിയമമില്ലാത്ത രാജ്യം, ഇതൊക്കെ നിയമമുള്ള രാജ്യമാണ്. ഇവിടെ എന്ത് തിന്മയും നടക്കും, ആർക്കും എന്തും നടത്താം, ഒരു കുഴപ്പമില്ല. സർവതന്ത്ര സ്വതന്ത്രരായി അവിടെ നിന്നിട്ട് വരും. ഈയിടെയായി കേരളത്തിലെ സാമ്പത്തിക രംഗത്തെ അരാജകത്വങ്ങളുടെ കഥയാണ് നമ്മൾ കാണുന്നത്. മുഖ്യമന്ത്രിമാർ, ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നവർ, പല വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നവർ, അവർ സാമ്പത്തിക രംഗത്ത് നടത്തിയിട്ടുള്ള കൃത്രിമത്വങ്ങൾക്ക് കണക്കില്ല. പരിശുദ്ധമായ ഒരു രാഷ്ട്രീയം, പരിശുദ്ധനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, അതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നിങ്ങൾ ഞാനും ജീവിക്കുന്നത്. ഇസ്ലാമിനെ പരിശോധിക്ക്, ഇസ്ലാം ഭരിച്ച കാലഘട്ടം പരിശോധിക്ക്. ഏത് കാര്യങ്ങളിലും ഇപ്പൊ നിങ്ങൾ നോക്കൂ, പുട്ടപ്പർത്തിയിൽ സായിബാബ മരിച്ചു. അദ്ദേഹം പ്രവചിച്ച 10 കൊല്ലത്തിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത് ഇനിയും 10 കൊല്ലം കഴിഞ്ഞിട്ടേ മരിക്കുന്ന. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവചനം അസ്ഥാനത്തായി. എന്നിട്ടും സായി ഭക്തർക്ക് നേരം എടുത്തോ? ഉണ്ടായില്ല. അവരിപ്പോഴും പടച്ചോനെന്ന് പറയും. നിങ്ങൾ ആലോചിക്ക്, എനിക്ക് എന്റെ 130 ഗ്രാം ഭാരമുള്ള കിഡ്നി അത് കേടുവന്നത് എനിക്കറിയാൻ കഴിഞ്ഞില്ല. എന്റെ ശരീരത്തിലെ, എന്റെ വയറില് എന്നോട് ചേർന്ന് എന്റെ ശരീരത്തിന്റെ ഭാഗമായ കിഡ്നി അത് കേടുവന്ന് പൂർണ്ണമായി അതറിയാൻ സായിബാബക്ക് സാധിച്ചില്ല. ശ്വാസകോശം കേടുവന്നു, അതറിയാൻ സാധിച്ചില്ല. ആന്തരിക അവയവങ്ങളിൽ പലതും നശിച്ചുപോയി, അതറിയാൻ കഴിഞ്ഞില്ല. സ്വന്തം ശരീരത്തിലെ 130 ഗ്രാം ഭാരമുള്ള കിഡ്നി കേടുവന്നതും, ഒരു കൈപ്പിടിയുടെ വലുപ്പത്തിലുള്ള ഹാർട്ട് നശിച്ചതും, ശ്വാസകോശം തകർന്നതും അറിയാൻ കഴിയാത്തൊരു മനുഷ്യൻ എങ്ങനെ ബാക്കിയുള്ളവരുടെ പ്രയാസം അറിയും? എങ്ങനെ ബാക്കിയുള്ളവരുടെ ബുദ്ധിമുട്ട് ദൂരീകരിക്കും? ലളിതമായ ചിന്ത ഇസ്ലാം ലോകത്തിന്റെ മുമ്പിൽ വെച്ചു. ഏറ്റവും ലളിതമായ. സായിബാബക്ക് അദ്ദേഹത്തിന്റെ കിഡ്നി നിയന്ത്രിക്കാൻ പോലും കഴിഞ്ഞില്ല. പിന്നെ എങ്ങനെ പടച്ചോനാകും? എങ്ങനെ ദൈവമാകും? ആര് നിഷേധിച്ചാലും അദ്ദേഹം ഒരു വിഭാഗത്തിന്റെ ആരാധനാ കേന്ദ്രമാണ്. ഒരു കാര്യം എല്ലാവർക്കും ഉറപ്പായി, മരിച്ചതിന് ശേഷം പുട്ടപ്പർത്തിയെ കുറിച്ചുള്ള ചിന്തകൾ ലോകത്തെല്ലാവർക്കും മാറി. യജുർ മന്ദിർ ആരും മറന്നിട്ടില്ല. യജുർ മന്ദിറിൽ നടന്നത് എന്താ? കോടികളുടെ ആസ്തിയാണ്, എല്ലാം പണത്തിന് വേണ്ടിയാണ്. ഇന്ന് മതം പണത്തിന് വേണ്ടിയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പണമുണ്ടാക്കാനുള്ള മാർഗം മതമാണ്, മതാലയങ്ങളാണ്. ആർക്കാ സംശയമുള്ളത്? മതത്തിന്റെ പേരിൽ പണം ഉണ്ടാക്കുക. ലോകത്ത് മതമാകട്ടെ പണം സൂക്ഷിക്കുന്നതിനെതിരെ ശക്തമായി പ്രഖ്യാപിച്ച മതം. അത് ആലോചിക്കണം. ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം അതാണ്. പണം കെട്ടിപ്പൂട്ടി മുക്കരുത് എന്ന് ലോകത്ത് ശക്തമായി പഠിപ്പിച്ച മതം. ആ മതക്കാരാണ് ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കുന്നത്, അല്ലേ? 6 മണിക്കൂർ ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ ഒന്നിച്ചിരുന്ന് എണ്ണിയിട്ട് കറൻസി 1000ന്റെ ഗാന്ധിത്തല യജുർ മന്ദിറിൽ നിന്ന് എണ്ണിത്തീർന്നിട്ടില്ല. മനസ്സിലായിക്കോളി. യജുർ മന്ദിർ
സായിബാബയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സ്ഥലം. ആ യജുർ മന്ദിറിലെ സ്വർണ്ണാഭരണങ്ങൾ, വെള്ളിയാഭരണങ്ങൾ, കോടികൾ, അത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്നില്ല. അവിടുന്ന് കൊള്ള ചെയ്തു കൊണ്ടുപോകുന്നവരൊരു ഭാഗത്ത്, പിടിച്ചുപറിക്കുന്നവരൊരു ഭാഗത്ത്. എന്താ അവസ്ഥ? അങ്ങനെ ഉണ്ടാവുള്ളൂ. അങ്ങനെ സമ്പാദിച്ച സമ്പാദ്യങ്ങളൊക്കെ ഹോസ്പിറ്റൽ നടത്തുന്നുണ്ടാവാം, ആതുര ശുശ്രൂഷകൾ നടത്തുന്നുണ്ടാവാം. ബഹുമാനരെ, മതസമൂഹത്തിൽപ്പെട്ട നിഷ്കളങ്കരെ, മനുഷ്യരെ, ഭക്തരെ, നിങ്ങളറിയുക, ഇവരൊക്കെ നമ്മളെ ചൂഷണം ചെയ്തവരാണ്. സാക്ഷാൽ ദൈവത്തിനെന്തിനാ പൈസ? ദൈവത്തിനെന്തിനാ പൈസ? ദൈവത്തിനെന്തിനാ പണം? ദൈവത്തിനെന്തിനാ കോടികൾ? ദൈവത്തിനെന്തിനാ സ്വർണം? ദൈവത്തിനെന്തിനാ വെള്ളി? അവിടെ നിങ്ങൾ ഇസ്ലാമിനെ പഠിക്കുക, ഇസ്ലാമിനെ പഠിക്കുക. പരിശുദ്ധ കഅബാലയം പരിശോധിക്കണം നിങ്ങൾ. ലോകത്തേറ്റവും ഉന്നതമായ ഒരു ആരാധനാലയം. നിങ്ങൾ ശബരിമലയിൽ പോകൂ, അവിടെ പെട്ടി കാണാം, കാണിക്ക വഞ്ചി കാണാം. നിങ്ങൾ ഭീമാപള്ളിയിൽ പോകൂ, നിങ്ങൾ അതുപോലെ തന്നെ വാവർ പള്ളിയിൽ പോകൂ, അവിടെ വാഹനമാണ്, ടയറുള്ള പെട്ടി, കാണിക്ക വഞ്ചി, അതിൽ പണം നിക്ഷേപിക്കുകയാണ്. കോടികളാണ് വരുന്നത്. ആരാ അത് ഉപയോഗിക്കുന്നത്? പരിശോധിച്ചിട്ടുണ്ടോ? ഭക്തര് ഭക്തി പുരസ്സരം നിക്ഷേപിക്കുന്ന ഈ സമ്പാദ്യം എന്താകുന്നു എന്ന് പരിശോധിച്ചിട്ടുണ്ടോ? ഇല്ല. വഞ്ചിക്കപ്പെട്ടവരാണ് നമ്മളെന്നും. എന്നാൽ പരിശുദ്ധ കഅബാലയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന, 2 ഹറമുകൾ, അവിടെ പെട്ടിയില്ല, കാണിക്ക വഞ്ചിയില്ല, നിക്ഷേപങ്ങളില്ല, ഉണ്ടിപ്പെട്ടികളില്ല, ഇല്ല. അവിടെ പാട്ടപ്പിരിവുകളില്ല, വെഞ്ചാമരങ്ങൾ വീശലില്ല, ഇല്ല. അവിടെ 1 രൂപ പോലും നിക്ഷേപിക്കേണ്ടതില്ല. അവിടെ വരുന്ന ഭക്തർക്കെല്ലാം ഇങ്ങോട്ട് കൊടുക്കുക. ലോകത്തേതെങ്കിലും ഒരു മതം അങ്ങനെയുണ്ടോ? പരിശോധിക്കണം. കോടികൾ വരുന്ന ഭീമാപള്ളി, കോടികൾക്ക് ലേലം ചെയ്യുന്ന ഭീമാപള്ളി വരുമാനമാണ്. മയ്യത്ത് വിറ്റ് പണമുണ്ടാക്കുകയാണ്. മതമതല്ല, മതമതല്ല. പരിശുദ്ധ കഅബാലയം നിങ്ങൾ നോക്ക്. ഹജ്ജിന് പണം വേണ്ട എന്ന് പരിശോധിച്ചോളി. ഹജ്ജ് ചെയ്യാൻ പണം വേണ്ട, കാലിപ്പോക്കറ്റ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, 1.25 ലക്ഷം, 1.5 ലക്ഷം, അതെന്താണ്? അത് ഫ്ലൈറ്റ് ടിക്കറ്റാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെയോ 40 ദിവസം അവിടെ ഫ്ലാറ്റ് എടുക്കും. ആ ഫ്ലാറ്റിൽ 40 ദിവസം താമസിക്കും, അതിന്റെ വാടക. ബാക്കിയോ 40 ദിവസം 3 നേരം മൃഷ്ടാന്ന ഭോജനം കഴിക്കുന്നതിനുള്ള തുക. ഹജ്ജിന് പണം വേണ്ട, അവിടെ പണം നിക്ഷേപിക്കണ്ട, അവിടെ ഉണ്ടിപ്പെട്ടിയില്ല. പരിശുദ്ധ ഹറമിലെങ്ങാനും ഒരു പെട്ടി, ഒരു പണബോക്സ് വെച്ചാൽ ലോകത്തിന്റെ മുഴുവൻ കടം തീരും. പാടില്ല, അവിടെ പാടില്ല. ജനങ്ങളെ ചൂഷണം ചെയ്യാൻ പാടില്ല. ദൈവത്തിന് പണം ആവശ്യമല്ല, ഇല്ല. അതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇസ്ലാം ആരാധിക്കാൻ പറഞ്ഞ പടച്ചോനാരാ? ആ പടച്ചോന്റെ മുമ്പിൽ പണം വേണ്ട. ഇസ്ലാമിന്റെ പള്ളികൾ നിങ്ങൾ നോക്ക്, ദർഗകളില്ലാത്ത കേരളത്തിലെ മുസ്ലിം പള്ളികൾ, അവിടെ പണമുണ്ടോ? അവിടെ പണം നിക്ഷേപിക്കുന്നുണ്ടോ? ഇല്ല. മഹാന്മാരുടെ കബറിടത്തിൽ പണം വാരുന്നു, അവിടെ ആളുകൾ നിൽക്കുന്നു, കൂലിപ്പട്ടാളങ്ങൾ നിൽക്കുന്നു. കാരണം അത് മതം വിറ്റ് വരുമാനമാണ്. ദൈവത്തിന് പണം ആവശ്യമില്ല. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സിദ്ധാന്തത, ദൈവം പണം ഉപയോഗിച്ചാലാണ് അത്ര കോപിക്കുക. ആണോ? ഇത് പണം കെട്ടിപ്പൂട്ടി വെച്ച് ലോകത്തൊരാൾക്ക് ഉപകാരപ്പെടാത്ത വിധം അത് കെട്ടിപ്പൂട്ടി വെക്കലാണ് അത്ര ദൈവത്തിന് ഇഷ്ടം. എങ്കിൽ ആ ദൈവത്തോട് ലാൽ സലാം സദാവേ എന്ന് പറയാനുള്ള ശക്തി അതുണ്ടാവുക. ആ ദൈവത്തെ നമുക്ക് ആവശ്യമില്ല. ഏത് ദൈവത്തിനൊട്ട് പണവും ആവശ്യമില്ല, ദൈവത്തിന്റെ ഭക്തർക്കൊട്ട് പണം ഉപയോഗിക്കാനും പാടില്ല. എന്തോരി കഥ, എന്തോരി കഥ. ഏത് ദൈവ കോപമുണ്ടാകും? പാവപ്പെട്ട പട്ടിണി കിടക്കുന്നവന്റെ പട്ടിണി മാറ്റാൻ ദൈവാസ്ഥാനത്ത് വന്ന പണം ഉപയോഗിച്ചാൽ ദൈവത്തിന് കോപമുണ്ടാവും. ഏതാ ദൈവം? ആ ദൈവത്തെ ആർക്കാ വേണ്ടത്? ആ ദൈവത്തെ ലോകത്തിന് ആർക്കാ വേണ്ടത്? അതുകൊണ്ട് മനുഷ്യന്റെ ദൈവത്തിലേക്ക് മടങ്ങി. കണ്ടോ അനന്ത വിസ്തൃതമായ ആകാശം? കണ്ടോ ആ ആകാശത്തെ സൃഷ്ടിച്ച ലോകത്തിന്റെ സിട്ടാവിലേക്ക് മടങ്ങുക. ആ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും എല്ലാം സംവിധാനിച്ച ഏക ദൈവത്തിലേക്ക്. എന്റെ വീടിന്റെ തൊട്ടടുത്ത് അയൽവാസിയായ എന്റെ ബാബേട്ടനുണ്ട്, സായി ഭക്തനാണ്. സായിബാബ മരിച്ചതിന് ശേഷം എന്നോട് അദ്ദേഹം മിണ്ടിയിട്ടേയില്ല. എന്നെ കണ്ട എങ്ങനെ പോകും? എന്താ പ്രശ്നം? ഞങ്ങൾ തമ്മിൽ എന്നും തർക്കിക്കുമായിരുന്നു. ഞാൻ പറയും, സായിബാബ ഒരു മനുഷ്യനായിട്ട് കണ്ടോളൂ, മഹാനായിട്ടും കണ്ടോളൂ. ഇപ്പൊ അത് കാണാൻ പറ്റില്ല. സായിബാബ മരിച്ചതിന് ശേഷം സായിബാബയെ മഹാനായി ചിന്തിക്കുന്ന ഒരാൾക്ക് കാണാൻ കഴിയില്ല. അങ്ങനെയാണ് അവിടുത്തെ തെളിവുകൾ, അവിടുന്ന് കിട്ടുന്ന രേഖകൾ, കൃത്യമായ രേഖകൾ, കിട്ടിയതിനേക്കാൾ ഉപരി കിട്ടാത്ത രേഖകൾ. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ആ റൂട്ടിലൂടെ ക്രൈമിന്റെ സ്വഭാവത്തോടെ സഞ്ചരിച്ചാൽ അതൊക്കെ മനസ്സിലാവും. ഓരോന്നും അത് അമൃതാനന്ദമയ്യായാലും രവിശങ്കറായാലും ഇനി ഈ പറഞ്ഞ തങ്ങന്മാരായാലും കമറുലമമാരായാലും എല്ലാവരുടെ സാമ്പത്തിക സ്രോതസ്സുകളിലും സത്യസന്ധതയില്ല എന്ന് നിങ്ങൾ മനസ്സിലായിക്കൂടെ?
അത് മരിച്ചതിന് ശേഷം കഴിയും ഓരോന്നും. പിന്നെ കാര്യമില്ല, വണ്ടി പോയിട്ട് കയ്യാണിച്ചിട്ട് കാര്യമല്ല, അതിനിടക്കതിൽ പെടുന്നതിൽ രക്ഷപ്പെടണം. ഗാന്ധി പാർക്കിൽ പല ഒരു വിശുദ്ധ റമദാനിൽ ഈ ഉള്ളവൻ പ്രസംഗിച്ചിട്ടുണ്ട്, ഇതേ വിഷയത്തിലും വേറെ വിഷയങ്ങളിലും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇസ്ലാം പറയുന്ന ദൈവത്തിന് പണം വേണ്ട, ആ ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥിക്കാം. ലോകത്തിന്റെ സിട്ടാവണവൻ സായിബാബ മരിച്ചു, ഭക്തജനങ്ങളൊക്കെ ബേജാറായി, കുറെ ദിവസം എല്ലാവരും ദുഃഖിച്ചു. കാരണം എന്താ? ഇനി ആരോടാ പ്രാർത്ഥിക്കുക? മരിച്ചു പോകുന്ന ദൈവം. ഇസ്ലാം പരിചയപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആൻ ദൈവവിശ്വാസത്തിനെ കുറിച്ച് ഖുർആൻ എന്ത് പറയുന്നു? ആ വിഷയത്തിൽ ഖുർആന്റെ മാർഗദർശനം എന്താണ്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആരാണ് അല്ലാഹു? ആരാണ് ദൈവം? അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. ഇസ്ലാം പറയുന്ന ഗുണം എന്താ ദൈവത്തിന്? ഇസ്ലാം പറയുന്ന ഗുണം ദൈവം മരിക്കൂലാണ്. എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, തീർന്നില്ല. എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നവൻ, എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നവൻ, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ. വല്ലാത്ത കാര്യമാണ് പറഞ്ഞത്. എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന. ഇനി വളരെ ലളിതമായ ഒരു ചിന്ത ഞാൻ പറയാം. ഈ തെരുവീതിയിലൂടെ, അനന്തപുരിയുടെ തെരുവീതിയിലൂടെ നിങ്ങളൊരു വാഹനം ഓടിക്കുന്നു, ഒരു 4 വീലർ. അങ്ങനെ ഡ്രൈവർ സൈലന്റ് അറ്റാക്ക് വന്ന് മരിച്ചു. സ്വാഭാവികമായും സൈലന്റ് അറ്റാക്ക് വന്ന് മരിച്ചാൽ എന്ത് സംഭവിക്കണം? വാഹനം പോയി ഇടിക്കും. ഒരു മരത്തിലോ തിണ്ണയിലോ അല്ലെങ്കിൽ കോമ്പൗണ്ട് വാളിലോ റോഡ് സൈഡിലോ ഗട്ടറിലോ എവിടെയെങ്കിലും പോയിട്ട് ആ വണ്ടി നിൽക്കും. കാരണം എന്താ? ആ വണ്ടിയെ കൺട്രോൾ ചെയ്യുന്ന ഡ്രൈവർ അയാൾ മരിച്ചു. അതാ കാരണം. അല്ലേ? സൂര്യനെ നിയന്ത്രിച്ചതിൽ സായിബാബക്ക് പങ്കുണ്ടോ? ഇല്ല എന്നുറപ്പായി. കാരണം സായിബാബ മരിച്ചിട്ടും സൂര്യൻ ഉദിച്ചു, സൂര്യൻ അസ്തമിച്ചു. അല്ലേ? യേശുക്രിസ്തുവിനെ കുരിശിലേറ്റിയിട്ടും സൂര്യൻ ഉദിച്ചു, സൂര്യൻ അസ്തമിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടും സൂര്യൻ ഉദിച്ചു, സൂര്യൻ അസ്തമിച്ചു. ചന്ദ്രന്റെ നിലാവലകൾ പൊഴുക്കി. ഇനി ഇവിടെ മനുഷ്യർ ആരാധിക്കുന്ന ഏതാരാധ്യന്മാരാ മരിച്ചാലും ഈ ലോകം ഇങ്ങനെ നിലക്കൂലേ? നിലക്കും. അതിൽ നിന്നും ബുദ്ധിയുള്ളവർക്ക്, ഈ ബുദ്ധി ഉണ്ടല്ലോ, അത് വർക്ക് ചെയ്യുന്നവർക്ക് മനസ്സിലാവും എന്ത്? ഈ പ്രപഞ്ചത്തിന്റെ സിട്ടാവിന് മരണമില്ല. കാരണം എന്താ? നമ്മൾ ആരാധിച്ചവരൊക്കെ മരിച്ചിട്ടും ലോകം നിലക്കുന്നു. ഭൂമിയുടെ കൺട്രോൾ ശ്രീരാമന്റെ കയ്യിലാണെങ്കിൽ, ഭൂമിയുടെ കൺട്രോൾ ശ്രീകൃഷ്ണന്റെ കയ്യിലാണെങ്കിൽ, ഭൂമിയുടെ കൺട്രോൾ സായിബാബയുടെ കയ്യിലാണെങ്കിൽ, ഭൂമിയുടെ കൺട്രോൾ ഭീമോമിച്ചയുടെ കയ്യിലാണെങ്കിൽ, ഭൂമിയുടെ കൺട്രോൾ മുഹമ്മദ് നബിയുടെ കയ്യിലാണെങ്കിൽ, അവർ മരിക്കുന്നതോടുകൂടി ലോകം നിശ്ചലമാകണം. അവർക്കാർക്കുതിന് വകുപ്പില്ല. ഈ പോയിന്റ് നിങ്ങൾ ചിന്തിക്കണം. എല്ലാം വിട്ടോളൂ. മതമുണ്ടാകുന്നതിന് മുമ്പ്, ദേവാലയങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ്, ദേവഭക്തന്മാരുണ്ടാകുന്നതിന് മുമ്പ് ഈ ലോകമുണ്ടല്ലോ, മനുഷ്യകുലം ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് എന്റെ മാധവ ആകാശമില്ലേ? സൂര്യനില്ലേ? എന്റെ ദേവ ഈ ലോകമുണ്ടായിരുന്നില്ലേ? ദേവദാസ നീ ആലോചിച്ചു നോക്ക്, സാവിത്രി നീ ആലോചിച്ചു നോക്ക്, ശ്രീദേവി നീ ചിന്തിച്ചു നോക്ക്. ഈ ലോകം മനുഷ്യകുലം ഉണ്ടാകുന്നതിന് മുമ്പ് എങ്കിൽ അതിനെ ആര് സൃഷ്ടിച്ചു? ഈ ഒരു പോയിന്റ് ഇസ്ലാം ലോകത്തിന്റെ മുമ്പിൽ വെക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഗാന്ധി പാർക്ക് ഈ പ്രസംഗം കഴിഞ്ഞ് പിരിയുമ്പോ നിങ്ങൾ അറിഞ്ഞോ? നിങ്ങൾ ആരാധിച്ച അള്ളാഹു നേരത്തെ അരമണിക്കൂർ മുമ്പ് മരിച്ചു. അങ്ങനെ ഒരു വാർത്ത മുസ്ലിങ്ങൾക്ക് കേൾക്കേണ്ടി വരില്ല. കാരണം മരിക്കുന്ന ദൈവത്തെ മുസ്ലിങ്ങൾ ആരാധിച്ചിട്ടില്ല. ഇല്ല. ഇതെല്ലാവരും ആലോചിച്ചോളൂ. നേരെ മറിച്ച് 50 കൊല്ലം പ്രായമുള്ള ഒരാളെ ആരാധിച്ചാൽ ആൾ മരിക്കും. VR കൃഷ്ണ അയ്യർ, ഞാൻ അദ്ദേഹത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സംസാരിക്കുന്നു. VR കൃഷ്ണ അയ്യർ സായിബാബ മരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം, അന്ന് മാതൃഭൂമിയിൽ വന്ന ലേഖനം. VR കൃഷ്ണ അയ്യർ സായിബാബയോട് ചോദിച്ചത്രേ, അങ്ങ് എന്റെ മുന്നിലുള്ളപ്പോൾ എനിക്കങ്ങ് അഭയമാണ്, എന്റെ പിന്നിലൂടെ എന്നെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ എന്റെ അവസ്ഥ എന്താണ് എന്നാണ് ചോദ്യം. ചോദ്യത്തിന് മറുപടി, അങ്ങയുടെ മുന്നിലും അങ്ങയുടെ പിന്നിലും അങ്ങയുടെ വലതുഭാഗത്തും അങ്ങയുടെ ഇടതുഭാഗത്തും ഞാനുണ്ടാകും. വിശുദ്ധ ഖുർആൻ ഇത് ദൈവത്തെ പരിചയപ്പെടുത്തി പറഞ്ഞാൽ സായിബാബ പറയുന്നു ഞാനതാണ്. എന്നിട്ട് എന്താ ഉണ്ടായത്? VR കൃഷ്ണയ്യർ ജീവിച്ചിരുന്നു, അതിന് മുമ്പേ മൂപ്പര് മരിച്ചു. എന്നിട്ടും മനുഷ്യന്റെ ബുദ്ധി തലച്ചോറ് വർക്ക്, ഹിന്ദുവാണ് ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ ബുദ്ധി വർക്ക് ചെയ്യില്ലെന്നുണ്ടോ? അത് വർക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. മുസ്ലിങ്ങളിൽപ്പെട്ട ഒരു വിഭാഗത്തോട് ഞങ്ങൾ ശക്തമായി പറയുന്നു, നിങ്ങളുടെ ബുദ്ധി വർക്ക് ചെയ്യണം, ദൈവത്തെ ആരാധിക്കണം. ഇതൊന്നൊരു പക്ഷപാതിത്വമല്ല, ചിന്തിക്കാൻ പറയണം. ഇവിടെ മതം എന്ന സങ്കുചിത ബൗണ്ടറിയിൽ നിന്നുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യകുലത്തോടാണ് സംസാരിക്കുന്നത്, മാനവരാശിയോടാണ് സംസാരിക്കുന്നത്. മനുഷ്യരെ മുഴുവനും വിളിച്ചിട്ടാ സംസാരിക്കുന്നത്. ദൈവത്തെ കണ്ടെത്തുന്നിടത്ത് പരാജയം വന്നു, അത് വരരുത്. ഇസ്ലാം നിങ്ങൾ നോക്കൂ, നെഞ്ചത്ത് കൈവച്ച് മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്നു, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർദ് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. പടച്ചവനെ,
ലോകത്തിന്റെ സൃഷ്ടാവാണ് നീ. ആകാശഭൂമികളെ സൃഷ്ടിച്ച ദൈവം. ഖുർആനിന്റെ പ്രയോഗം തന്നെ ഏതാ? റബ്ബുസ് സമാവാതി വൽ അർദ്. ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ദൈവത്തെ പറ്റി പറയുന്നത് അവർ റബ്ബാണ്, രക്ഷകനാണ്. ഏതിന്റെ? ആകാശഭൂമികളുടെ രക്ഷകൻ. ആകാശത്തെയും ഭൂമിയെയും സംരക്ഷിച്ചു നിർത്തുന്നവൻ അവനാണ്. ആ സംരക്ഷിച്ചു നിർത്തുന്ന രക്ഷിതാവിനെ ആരാധിക്കാൻ ഖുർആൻ എന്താ പറയും? ഈ ലോകം ഇങ്ങനെ നിലനിൽക്കുന്നു. സൂര്യൻ കൃത്യമായി ഉദിക്കുന്നു, ചന്ദ്രൻ കൃത്യമായി നിലാവലകൾ പഠിക്കുന്നു, ദിവസവും ആഴ്ചയും മാസവും റൊട്ടേറ്റ് ചെയ്തു വരുന്നു. ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ലോകത്തിന്റെ തമ്പുരാൻ വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞു? യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ. കണ്ടോ? വർഗീയതയില്ലാത്ത വിളി, വർഗീയതയില്ലാത്ത വിളി. പിശാരിക്കാവിലമ്മ ഈ വാഹനത്തിന്റെ ഐശ്വര്യം. അപ്പൊ ബാക്കി വാഹനങ്ങളുടെ ഐശ്വര്യം ആരാ? പിശാരിക്കാവിലെ അമ്മ ഈ വാഹനത്തിന്റെ ഐശ്വര്യം. അപ്പൊ ബാക്കിയുള്ളതിൻ്റെതോ? അതാണ് വർഗീയത. ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ രക്ഷകൻ, മൊയ്തീൻ ശൈഖ് ഞങ്ങളുടെ രക്ഷകൻ. ഇതാ വർഗീയത. യേശുക്രിസ്തു ഞങ്ങളുടെ രക്ഷകൻ. അതിന്റെ പേരാ വർഗീയത. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ഒടുവിലത്തെ അധ്യായം അന്നാസ് എന്നാണ് അധ്യായത്തിന്റെ പേര്. മാസ്, പീപ്പിൾ, മനുഷ്യർ. വിശുദ്ധ ഖുർആനിന്റെ ഒടുവിലത്തെ അധ്യായം മനുഷ്യർ. ഖുൽ അഊദു ബിറബ്ബിന്നാസ്, മനുഷ്യരുടെ ദൈവമേ ഞങ്ങൾ നിന്നോട് രക്ഷ തേടുന്നു. ഉണ്ടോ? വർഗീയതയില്ലാത്ത വിശ്വാസം. പിശാരിക്കാവിലമ്മേ അങ്ങും നിന്റെ ഭക്തരാണല്ലോ ഞങ്ങൾ, ഞങ്ങളെ സംരക്ഷിക്കണേ. അത് വർഗീയതയാണ്. യേശുക്രിസ്തുവേ അങ്ങയുടെ ഭക്തരല്ലയോ ഞങ്ങൾ, ഞങ്ങൾക്ക് പ്രസാദിക്കണമേ. അത് വർഗീയതയാണ്. ഇവിടെ പറയുന്നത് എന്താണ്? യേശുക്രിസ്തുവിന്റെയും മുഹമ്മദ് നബിയുടെയും പിശാരിക്കാവിലമ്മയുടെയും സായിബാബയുടെയും അതുപോലെ ഏതേത് അമ്മമാരുടെയും ഏതേത് ഭീമാ ഉമ്മിച്ചമാരുടെയും സൃഷ്ടാവുണ്ടല്ലോ, അജയ്യനായ, അനുപമനായ, അദ്വിതീയനായ, പ്രപഞ്ചാതീതനായ ഈ ലോകത്തിന്റെ തമ്പുരാൻ, അവനെ ആരാധിക്കണമെന്നാ പറഞ്ഞത്. ഏകം സദ്ബഹുദാവിപ്രാവദന്തി യോ ദേവ നാം നാമഥ ഏകേവ ഓം സദേ സമസ്തേ സർവലോകാശ്രയായ, സർവലോകങ്ങളുടെയും സൃഷ്ടാവ്. എന്തുകൊണ്ട് മനുഷ്യർക്ക് ഇത് മനസ്സിലാവുന്നില്ല? ഗാന്ധി പാർക്കിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഒരു ഭൂകമ്പം ഉണ്ടായി എന്ന് വിചാരിക്കുക. ഇപ്പൊ ഒരു ഭൂകമ്പം ഉണ്ടായി എങ്കിൽ പറയണം, ലോകത്തിന്റെ തമ്പുരാനെ, ഭൂകമ്പത്തിന്റെ കൺട്രോൾ ചെയ്യുന്ന ഈശ്വര, നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു. അത് പറയാനാ പറയുന്നു. അത് വർഗീയതയല്ല.